ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് എക്സാമിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി. ഈസി ടു സ്കോർ വെൽ ആസ് വെൽ ആസ് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ മാർക്ക് ലൂസ് ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് NCERT-യിലെ ബയോളജിയിലെ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടതെന്നുള്ളതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് അയ്യോ ഇനി പഠിക്കണമല്ലോ, എനിക്ക് മടിയാവണം, എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിക്ക് പകരം ഭയങ്കര ഇഷ്ടത്തോടെ, അതായത് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടത്തോടെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ NCERT-യോ അല്ലെങ്കിൽ വേറെ എന്ത് ടെക്സ്റ്റ് ബുക്കോ വായിക്കാനിരിക്കുന്നതിന് മുന്നേ ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ലേൺ ചെയ്യാൻ പോവാണെന്നുള്ളൊരു ചിന്തയോടെ നിങ്ങൾ പഠിക്കാനിരിക്കുക. ഇനി ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചുതരാം. ഞാനിപ്പം റാൻഡമായിട്ട് NCERT-യിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ചാപ്റ്റർ തുറന്ന് വെക്കുക ആൻഡ് റഫായിട്ട് ആ ചാപ്റ്ററിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് നിങ്ങൾ നോക്കി ഓടിച്ചു പോവുക. അതായത് പ്രോപ്പറായിട്ട് എല്ലാം പഠിക്കാനല്ല, ജസ്റ്റ് ഏതൊക്കെയാണ് ടോപ്പിക്. ഫോർ എക്സാമ്പിൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷനിൽ ഇപ്പോൾ ആദ്യം ബയോഡൈവേഴ്സിറ്റി, അതിൽ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെഡിങ്സും ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കിയതിന് ശേഷം ഒരു ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇന്നതൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു റഫ് ഐഡിയ ബിൽഡ് ചെയ്യാൻ പറ്റും. ബയോളജി പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലത് നിങ്ങൾ പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ പഠിക്കാനിരിക്കുന്ന ടൈം നിങ്ങളൊന്ന് മെഷർ ചെയ്ത് പോയാൽ നല്ലതായിരിക്കും. ഞാനൊക്കെ ആദ്യം ബയോ പഠിക്കാനിരിക്കുമ്പം കുറേ സമയം ഇങ്ങനെ ഡേ ഡ്രീം ഒക്കെ ചെയ്ത്, കാരണം ഇത് ജസ്റ്റ് ഇങ്ങനെ തിയറി വായിച്ചു പോവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ലൈനിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പിന്നെ കുറേ ടൈം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈം വെച്ചിട്ട്, അതായത് വിത്തിൻ 1 hour ഞാൻ ഈ ടോപ്പിക്ക് തീർത്തിരിക്കും, അങ്ങനെ ടൈം ബൗണ്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പോമഡോറോ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു 2 hours പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 minutes പഠിക്കും, അടുത്ത 5 minutes റെസ്റ്റ് എടുക്കും, അടുത്ത 30 minutes ഭയങ്കര ഡീപ്പായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും, ഇനി ഒരു 5 minutes റെസ്റ്റ് എടുക്കും. അങ്ങനെ നിങ്ങൾ 2 hours പഠനം 4 പോക്കറ്റ്സ് ഓഫ് ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡീപ്പായിട്ട് പഠിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 5 minutes നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നിങ്ങളുടെ എനർജിയൊക്കെ റീഗെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ് എനിക്ക് ഷെയർ ചെയ്ത് തന്ന ഒരു ഗോൾഡൻ ടിപ്പായിട്ട് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് NCERT-യിൽ ഒരു പേജ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 5 minutes-ൻ്റെ ഉള്ളിൽ ആ പേജ് കംപ്ലീറ്റ് ആക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യുക. അതായത് NCERT-യിൽ ഒരു പേജ് വായിക്കാൻ നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള മാക്സിമം ടൈം ഇസ് 5 minutes ആണ്. അപ്പോൾ ചില പേജിൽ 5 minutes വായിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, 2 minutes ഉണ്ടാവുള്ളൂ, കുറേ ഡയഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സ്ട്രാ വരുന്ന ടൈം അടുത്ത പേജ് മേ ബി ഭയങ്കര ലെങ്തി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 minutes ഫോർ എ പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 പേജുള്ള ഒരു ചാപ്റ്റർ 1 hour നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. NCERT-യിലെ അധിക ചാപ്റ്ററും നിങ്ങൾക്ക് 1 hour പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം വെറുതെ ഇങ്ങനെ ഡേ ഡ്രീം ചെയ്ത് പോവാതെ മാക്സിമം സേവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഒരു സ്റ്റോറി ബുക്കൊന്നും അല്ല നിങ്ങൾ ഭയങ്കര ലേസി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേഗമായിട്ട് പഠിച്ചു പോകാൻ ഇതൊരു സ്റ്റോറി ബുക്കല്ല. ഇത് നിങ്ങളുടെ ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ മാർക്കിൻ്റെ പകുതി, അതായത് 720-ൽ 360-ൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കെയറോടുകൂടെ ഇതിലെ ഓരോ സെൻറ്റൻസും, ഇതിലെ ഓരോ ഡയഗ്രവും, ഇതിലെ ഓരോ ഫ്ലോ ചാർട്ട്സും ടേബിൾസും NCERT-യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ അത്രയും കെയറോടെ അത്രയും ശ്രദ്ധിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഒരിക്കലും വേഗമായിട്ട് ഇങ്ങനെ ഓക്കെ കുറച്ച് നേരം NCERT വായിക്കാം, അപ്പോൾ ഞാൻ കിടന്നിട്ട് ഇങ്ങനെ NCERT വായിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക് NCERT ഇങ്ങനെ വെറുതെ വായിക്കാം, ഇങ്ങനെ ഭയങ്കര വേഗമായിട്ട് വായിച്ചാൽ
പലപ്പോഴും NCERT-യിലുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ മിസ്സായി പോകും. NCERT പഠിക്കുന്ന സമയത്ത് വേറൊരു പ്രശ്നം വരുന്നത് കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യാനുള്ളതുകൊണ്ട് ചിലപ്പം വായിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പം മേ ബി നിങ്ങൾ മറന്നു പോകും. അപ്പം അങ്ങനെ മറക്കാണ്ടിരിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചിരുന്നിട്ടോ കുറേ കോഡ്സ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഈ കോഡ്സ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് മെമ്മറിയിൽ ലോങ് ടേം മെമ്മറിയിലോട്ടേക്ക് നിൽക്കും. പിന്നെ പറയാനുള്ളൊരു കാര്യം, NCERT-യിലുള്ള ഓരോ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഡയഗ്രാംസും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സ്, ഇങ്ങനെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഡയഗ്രാം ഒക്കെ ഉള്ള സ്ഥലത്ത് അത്ര കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം വായിക്കാൻ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടായിരിക്കും ഉണ്ടാവുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര വലിയ മണ്ടത്തരാണ് കാണിക്കുന്നത്. NCERT-യിലുള്ള എല്ലാ കാര്യവും, എല്ലാ ഡയഗ്രവും, എല്ലാ ഫ്ലോ ചാർട്ടും, എല്ലാ ടേബിൾസും NCERT-ൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എല്ലാം നിങ്ങൾ ഭയങ്കര കെയറോടെ പഠിച്ചിരിക്കണം. ബയോളജി പഠിക്കുന്ന സമയത്ത് ഞാൻ വരുത്തിയ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഇത് ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിലർ ഒന്നും ഹൈലൈറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഒന്നും എഴുതി വെക്കില്ല, ഭയങ്കര ബ്ലാങ്ക് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഇനി മോസ്റ്റ് ഓഫ് ദ കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കുറേ തവണ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിങ്ങനെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഓരോ തവണയും അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, അതായത് എല്ലാ സെൻറ്റൻസും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ കുട്ടികളുടെയും NCERT ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കിടക്കുന്നുണ്ടാവും. ആൻഡ് ഓണസ്റ്റ്ലി അത് നമ്മളൊക്കെ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാലും നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ആ സമയത്തിൽ നമ്മുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തു പോയത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു കംപ്ലീറ്റ് റിവിഷൻ കിട്ടിയതുപോലെ ആയിരിക്കണം. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേർഡ്സ്, കീ ആയിട്ടുള്ള വേർഡ്സ്, കീ പോയിന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ചാപ്റ്റർ റിവൈസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം വായിച്ചു പോയാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടണം. NCERT ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം പലരും വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ്, ഇതിപ്പം ഒരു ചാപ്റ്റർ, ഇപ്പം എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിൽ ഇത് എക്കോസിസ്റ്റം സർവീസസ് വരെ വായിച്ചിട്ട് അവിടെ നിർത്തും. അപ്പുറത്ത് വേറൊരു പേജ് ഉണ്ട്, സമ്മറി എന്ന് പറയുന്ന പേജ്. അത് പലരും നോക്കില്ല. കാരണം സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമല്ലേ, അത് വീണ്ടും നോക്കണമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ചാപ്റ്ററിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, NCERT-ലെ ഏതോ ഒരു ചാപ്റ്ററിലൊക്കെ സമ്മറിയിൽ മാത്രം കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സമ്മറി മിസ്സാക്കരുത്. സമ്മറിയും പറ്റുമെങ്കിൽ NCERT-ലെ എക്സസൈസസും ഒന്ന് നിങ്ങൾ നോക്കിയേക്കണം. അതുപോലെ തന്നെ ബയോളജിയിൽ ഷോർട്ട് നോട്ട്സ് എഴുതണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പേഴ്സണലി ബയോളജിയിലെ എല്ലാ ചാപ്റ്ററിലൊന്നും ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയൊരു ചാപ്റ്റർ ഉണ്ട്, അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതായിരുന്നു എൻ്റെ ബയോഡൈവേഴ്സിറ്റിയിലെ ഷോർട്ട് നോട്ട്. ഈ ഒരൊറ്റ പേജ് മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിൽ ചാപ്റ്റർ പഠിക്കണം തോന്നിയാൽ ഈ ഒരു ഒറ്റ പേജ് വായിച്ചാൽ, ഈ പേജിലെല്ലാം ഉണ്ട്, അതിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം NCERT-ന്ന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് നോട്ടാണിത്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഷോർട്ട് നോട്ട് എഴുതുന്നത് മേ ഹെൽപ്പ് യു. പക്ഷേ NCERT തന്നെയാണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. എപ്പോഴും ഷോർട്ട് നോട്ട്സ് മാത്രം വായിച്ചിരുന്നാൽ മേ ബി NCERT-യിലുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങൾ മിസ്സാക്കി പോകും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സിന് മാത്രം ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ NCERT തന്നെ വായിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്പായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും നല്ലോണം പഠിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി എക്സാമിന് ആകെ 3 മന്ത്സേ ബാക്കിയുള്ളൂ. ഭയങ്കര പവർഫുൾ ആയിട്ട്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട സമയമായി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.